താരസിംഹാസനം കൈവിട്ടുപോയ മലയാള സിനിമയിലെ താരപുത്രന്മാർ. ഷാനവാസ്. രാജാവിൻ്റെ മകൻ എന്ന വിശേഷണവുമായാണ് ക്രൗഡ് പുള്ളർ പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസിനെ അന്നത്തെ മലയാള സിനിമ വരവേറ്റത്. സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോൻ പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഷാനവാസിനെ അവതരിപ്പിക്കുന്നത്. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ നായകനായെങ്കിലും പ്രേം നസീറിൻ്റെ പിൻഗാമിയാകാനോ താരമൂല്യമുള്ള താരമാവാനോ ഷാനവാസിന് കഴിയാതെ പോവുകയായിരുന്നു. സജി സോമൻ. നായകനും വില്ലനും അച്ഛനുമെല്ലാമായി 3 പതിറ്റാണ്ടുകാലം മലയാള സിനിമയിൽ പകരക്കാരനില്ലാതെ വിലസിയിരുന്നു എം ഡി സോമൻ. ടോപ്പ് വയലൻസ് എന്ന AK സാജൻ ചിത്രത്തിൽ ആസിഡ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് എം ജി സോമന്റെ മകൻ സജിയുടെ രംഗപ്രവേശനം. അച്ഛൻ എം ജി സോമന്റെ അഭിനയ ചാതുര്യം പ്രകടിപ്പിക്കാനോ ആ പേര് നിലനിർത്താനോ മകന് കഴിഞ്ഞില്ല. റഷീദ് ഉമ്മർ. മലയാള സിനിമയുടെ ആദ്യത്തെ സുന്ദരനായ വില്ലൻ KP ഉമ്മറിന്റെ പുത്രൻ റഷീദ് കണ്ണാരം പൊത്തിപ്പൊത്തി എന്ന ചിത്രത്തിൽ നായകനായിക്കൊണ്ടായിരുന്നു കടന്നു വന്നത്. ഒരു വടക്കൻ വീരഗാഥയിലെ കണ്ണപ്പനുണിയുടെ വേഷത്തിൽ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും KP ഉമ്മറിനെ പോലെ പ്രേക്ഷകപ്രീതി പിടിച്ചുമാറ്റാൻ പുത്രന് സാധിച്ചില്ല. വിഷ്ണു ശീല. താരറാണിയായിരുന്നു ഷീല. പ്രേം നസീറിനൊപ്പം ജോഡി ചേർന്ന് ഗിന്നസ് ബുക്കിൽ കയറിയ കലാകാരി. സംവിധായകൻ താഹ 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലൂടെയാണ് ഷീലയുടെ മകൻ വിഷ്ണുവിനെ പരിചയപ്പെടുത്തുന്നത്. ശേഷം മലയാളത്തിലും തമിഴിലുമെല്ലാമായി ഭാഗ്യം പരീക്ഷിച്ചെങ്കിലും നിത്യഹരിത നായികയായ അമ്മയുടെ നിഴല് പോലും ആവാൻ വിഷ്ണുവിന് കഴിയാതെ പോയി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.